വെൽക്കം ബാക്ക് ടു സുധീസ് Cookhouse. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത് ഈസി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള ഒരു കടലക്കറിയുടെ റെസിപ്പിയാണ്. ഇത് വളരെ സിമ്പിളാണ്, അതുപോലെ തന്നെ നല്ല ടേസ്റ്റുമുള്ള ഒരു കടലക്കറിയാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ടൊന്ന് കണ്ടു നോക്കുക, എന്നിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് ഒട്ടും താമസിക്കാൻ നേരെ റെസിപ്പിയിലേക്ക്. അപ്പം നമ്മുടെ കടലക്കറി തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ വെള്ളക്കടലയാണ് എടുത്തിരിക്കുന്നത്. ഈ ഒരു ഗ്ലാസ്സിന് ഒരു ഗ്ലാസ് കടല ഞാനൊന്ന് നല്ലതായിട്ട് കുതിർത്ത് ഒരു രാത്രി മുഴുവനായിട്ട് കുതിർത്തെടുത്തിരിക്കുന്നതാണ്. എന്നിട്ട് അതൊന്ന് വെള്ളമെല്ലാം കളഞ്ഞിവിടെ ഡ്രൈ ആക്കി വെച്ചിരിക്കുവാണ്. അപ്പം നിങ്ങൾക്ക് ഇതിന് പകരമായിട്ട് സാധാ കറുത്ത കടല എടുക്കുകയാണെങ്കിലും കുഴപ്പമൊന്നുമില്ല, നല്ല ടേസ്റ്റി ആയിട്ട് തന്നെ വരും. നമ്മുടെ ഈ കടലക്കറി നമ്മൾ ഫുള്ളായിട്ട് കുക്കറിൽ തന്നെയാണ് ചെയ്തെടുക്കാനായിട്ട് പോകുന്നത്. അതിനായിട്ട് കുക്കർ ചൂടാക്കി അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോഴത്തേക്ക് അതിലേക്ക് നമ്മൾ 1.5 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ഇട്ട് കൊടുക്കുന്നത്. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അതിൻ്റെ പച്ചമണം മാറുന്നിടം വരെ നമ്മൾ നല്ലതായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിൻ്റെ പച്ചമണം മാറിക്കഴിയുമ്പോഴത്തേക്ക് ഒരു 3 പച്ചമുളക് നമ്മൾ അതേപോലെ തന്നെ ഇട്ട് കൊടുക്കുകയാണ്, മുറിക്കുന്നില്ല. എന്നിട്ട് നമ്മളിതൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി അടുത്തതായിട്ട് നമ്മളിതിലേക്ക് 2-3 തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നു. കറിവേപ്പിലയൊക്കെ ചേർക്കുമ്പോഴാണ് ഈ കറിക്ക് അതിൻ്റേതായിട്ടുള്ള കറക്റ്റ് ടേസ്റ്റ് കിട്ടുക. അടുത്തതായിട്ട് നമ്മൾ കുറച്ച് തേങ്ങാക്കൊത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പം തേങ്ങാക്കൊത്ത് ചേർക്കുമ്പോഴത്തേക്ക് കറിക്ക് നമ്മൾ കഴിക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് കടിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. അത് ഓപ്ഷണലാണ്, വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താലും മതി. തേങ്ങാക്കൊത്തും കൂടെ ചേർത്തതിന് ശേഷം നമ്മളൊന്ന് ഇളക്കിയെടുക്കുക. അതിന് ശേഷം നമ്മൾ ചേർത്ത് കൊടുക്കാനായിട്ട് പോകുന്ന ചെറിയ ഉള്ളിയാണ്. ഒരു 10-25 ചെറിയ ഉള്ളി നമ്മൾ തൊലിയെല്ലാം കളഞ്ഞ് അരിഞ്ഞ് വെച്ചിരിക്കുന്നതാണ് ചേർത്ത് കൊടുക്കുന്നത്. ചെറിയ ഉള്ളി ചേർക്കുമ്പോഴാണ് നമുക്ക് കടലക്കറിക്ക് നല്ല ടേസ്റ്റ് കിട്ടുക. ഇപ്പം ചെറിയ ഉള്ളി ചേർക്കാനില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ 2-3 മീഡിയം സൈസ് സവോള ചെറുതായിട്ട് അരിഞ്ഞ് ചേർത്ത് കൊടുത്താലും മതി. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ചേർത്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഇതൊന്ന് വഴണ്ട് വരും, അതിന് വേണ്ടിയിട്ടാണ്. പക്ഷേ ചെറിയ ഉള്ളി ഒരുപാട് വഴണ്ട ആവശ്യമില്ല, എന്നാലും ഒന്ന് മങ്ങി കിട്ടും നമുക്ക്. അപ്പോൾ നമുക്കിത് ചേർത്തിട്ട് ഒന്ന് ഇളക്കിയെടുക്കാം. അടുത്തതായിട്ട് നമുക്കൊരു 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒന്നും കൂടി ഒന്ന് ഇളക്കിയെടുക്കാം. എല്ലാം ഒന്ന് നല്ലതായിട്ട് മിക്സായി വരുമ്പോഴത്തേക്ക് നമ്മളൊരു 2.5 ടേബിൾ സ്പൂൺ ചിക്കൻ മസാലപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഈ ചിക്കൻ മസാലയ്ക്ക് പകരം നമുക്ക് ബീഫ് മസാല ഉള്ളവർക്കാണെങ്കിൽ അതും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇത് ചേർത്തിട്ട് നമ്മൾ ഒന്ന് ഇളക്കിയെടുക്കണം. ഇതൊന്നും ഒരുപാട് നേരം കളന്ന് വഴണ്ട ആവശ്യമൊന്നുമില്ല. ഒന്ന് ഇളക്കിയെടുത്തതിന് ശേഷം നമ്മൾ അടുത്തതായിട്ട് കുറച്ച് തക്കാളിയാണ് ചേർത്ത് കൊടുക്കാൻ പോകുന്നത്. 2 തക്കാളി നീളത്തിൽ ഇതുപോലെ അരിഞ്ഞിട്ടാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. തക്കാളിയും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ചുമ്മാ ഒന്ന് ഇളക്കിയെടുത്തേച്ചാൽ മതി. അല്ലാണ്ട് തക്കാളി അതിനകത്ത് കിടന്ന് വരണ്ട ഒരാവശ്യമില്ല. നമ്മൾ ഇതിൻ്റെ കൂട്ടത്തിലൊന്ന് മിക്സ് ആകാനായിട്ട് ഒന്ന് ഇളക്കിയെടുക്കുക. തക്കാളി ഒന്ന് ഇളക്കിയെടുത്തതിന് ശേഷം ഇതിലേക്ക് 2 കപ്പ് തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കുക. പ്രത്യേകം ശ്രദ്ധിക്കുക, നല്ലതായിട്ട് തിളച്ച വെള്ളം തന്നെ നമ്മൾ ഒഴിച്ചു കൊടുക്കുക. വെള്ളം ഒഴിച്ചതിന് ശേഷം നമ്മളൊന്ന് നല്ലതായിട്ട് ഇളക്കിയെടുക്കുക. അടുത്തതായിട്ട് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന കടല ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. കടലയൊന്ന് ചേർത്ത് ഇളക്കി നോക്കുമ്പോഴത്തേക്ക് കടല നികർന്ന് വെള്ളം ഉണ്ടാവണം. അപ്പോൾ അതിന് വേണ്ടി ഞാനൊരു 1/2 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതും ചൂടുവെള്ളം തന്നെയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അതിന് ശേഷം ഒന്ന് ഇളക്കിയിട്ട് നമ്മളൊരു 1/2 ടീസ്പൂണ് ഉപ്പും കൂടെയാണ് ചേർത്ത് കൊടുക്കുന്നത്. 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്തതിന് ശേഷം നമ്മളിതൊന്ന് ഇളക്കിയിട്ട് കുക്കർ അടച്ച് വെച്ചിട്ടൊന്ന് കടല വേകാനായിട്ട് വെക്കാൻ പോവുകയാണ്. അപ്പോൾ എൻ്റെ കുക്കറിന് ഒരു 4 വിസിൽ വേണം ഈ കടലയൊന്ന് വെന്ത് വരാനായിട്ട്. അപ്പോൾ നിങ്ങളുടെ കുക്കറിൻ്റെ കപ്പാസിറ്റി അനുസരിച്ച് എത്രയാണോ വേണ്ടുന്നത് അത്രയും നേരം നമ്മളൊന്ന് വെച്ചിട്ട് കുക്കർ നമ്മൾ ഓഫ് ചെയ്യുക. അപ്പോൾ 4 വിസിൽ കഴിഞ്ഞിട്ട് പ്രഷറൊക്കെ മാറി കിട്ടിയിട്ടുണ്ട്. അപ്പം ഞാൻ കുക്കർ ഒന്ന് തുറന്ന് നോക്കാനായിട്ട് പോവുകയാണ്. അപ്പം നല്ലതായിട്ട് നമ്മുടെ കടലയൊക്കെ വെന്തതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. നമുക്കൊന്ന് നോക്കാം കടല വെന്തിട്ടുണ്ടോയെന്ന്. ഒന്ന് ഇളക്കിയെടുത്തിട്ട് കടല വെന്തോന്ന് നോക്കുക. വെന്തിട്ടില്ലെങ്കിൽ ഒന്നും കൂടി ഒന്ന് വേകാനായിട്ട് നമ്മൾ കുക്കർ അടച്ച് വയ്ക്കുക. കടലയൊക്കെ നല്ലതായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിനകത്തുനിന്ന് എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് കടല നമ്മൾ അരച്ചെടുക്കാനായിട്ടാണ് പോകുന്നത്. അതിനായിട്ട് ഒന്ന് ഇളക്കിയെടുക്കുക. ഇളക്കിയതിന് ശേഷം ഒരു മിക്സിയുടെ ജാർ എടുക്കുക. അതിലേക്ക് നമ്മളൊരു 2 തവി കടല നമ്മൾ കോരിയിട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മളിതൊന്ന് അരച്ചെടുക്കണം. പിന്നെ അരയ്ക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരേ ഒരു കാര്യം,
ഇതൊന്ന് തണുത്തതിന് ശേഷം മാത്രം അരയ്ക്കുക. അല്ലെന്നൊരിയിൽ അരച്ചിട്ടുണ്ടെങ്കിൽ ചൂടോടെ അരച്ച് ഇതെല്ലാം കൂടെ തെറിച്ച് ആകെപ്പാടെ കുളമായി തീരും. അതുകൊണ്ട് നമ്മളൊന്ന് തണുത്തതിന് ശേഷം അരച്ചെടുക്കുക. അപ്പോൾ ഞാനിത് തണുത്തിട്ട് നല്ലതായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഈ അരച്ചത് ഞാനിനി നമ്മുടെ കടലക്കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഈ സമയത്ത് നമ്മൾ തീ ഒന്ന് ഓൺ ചെയ്ത് വെക്കണം. എന്നിട്ട് നമ്മളിത് ചേർത്ത് നല്ലതായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇപ്പോൾ ഈ കടല അരച്ച് ചേർത്ത് കഴിയുമ്പോൾ ഇതൊന്ന് കുറുകി വരും. അപ്പോൾ അത് മാറ്റാനായിട്ട് 1 കപ്പ് വെള്ളം കൂടി നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. തിളച്ച വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് നമ്മളൊന്ന് മിക്സ് ചെയ്യുക. ഇനി നമ്മളിതിലേക്ക് ആവശ്യത്തിനുള്ള ബാക്കി ചേരുവകൾ കൂടെ ചേർത്ത് കൊടുക്കുക. ആദ്യമായിട്ട് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക. അതിനുശേഷം ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ടേസ്റ്റ് ബാലൻസ് ചെയ്യാനായിട്ട് 1/2 ടീസ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കുക. ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഉപ്പ് നോക്കിയിട്ട് നമ്മൾ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. നമ്മൾ 2 തവണയായിട്ട് 1 ടീസ്പൂൺ ഉപ്പ് ചേർത്തിട്ടുണ്ട്. അതിന് ബാക്കി വേണ്ടുന്ന ഉപ്പാണ് നമ്മളിപ്പോൾ ചേർത്ത് കൊടുക്കേണ്ടത്. അതുകൂടെ ചേർത്തിട്ട് നമ്മളിതൊന്ന് നല്ലതായിട്ട് ഇളക്കി വയ്ക്കുക. ഒന്ന് തിള വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കടലക്കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇളക്കി കഴിഞ്ഞിട്ട് നമ്മളൊന്ന് വെയിറ്റ് ചെയ്യുക. അപ്പോൾ നമ്മുടെ കടലക്കറി നല്ലതായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഈ സമയത്ത് 1 ടേബിൾ സ്പൂൺ പച്ച വെളിച്ചെണ്ണ കൂടെ ഒഴിച്ചെടുക്കുക. അതിന് ശേഷം നമ്മൾ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ കടലക്കറിയുടെ റെസിപ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. വളരെ സിമ്പിളാണ്, അതുപോലെ തന്നെ വളരെ ടേസ്റ്റിയാണ്. നമ്മളൊന്ന് സെർവിങ് ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഏതിൻ്റെ കൂട്ടത്തിൽ വേണമെങ്കിലും കഴിക്കാനായിട്ട് പറ്റും. ഈ കടലക്കറി വളരെ ടേസ്റ്റിയാണ്. ഇപ്പം കണ്ടില്ല, ഞാൻ കുറച്ച് കഴിഞ്ഞിട്ടാണ് ഇതൊന്ന് എടുത്തത്. നിങ്ങൾക്ക് അന്നേരം തോന്നിക്കാണും കുറച്ച് ലൂസാണെന്ന്. അല്ല, നമ്മൾ തണുത്ത് കഴിയുമ്പോൾ അതിൻ്റെ ഗ്രേവി ഒന്ന് തിക്കായിട്ട് വരും. അതുകൊണ്ട് തന്നെ നമ്മൾ ഒരുപാടങ്ങ് വറ്റാനായിട്ട് വെയിറ്റ് ചെയ്യേണ്ട. അതിന് മുന്നേ നമ്മൾ ഓഫ് ചെയ്തിട്ട് നമുക്ക് സെർവിങ് ബൗളിലേക്ക് മാറ്റാവുന്നതാണ്. നമ്മുടെ ഈസി ആൻഡ് ടേസ്റ്റി കടലക്കറി ചോറിനും ചപ്പാത്തിക്കും ബ്രെഡിനും പൊറോട്ടയ്ക്കും അപ്പത്തിനും എല്ലാം ഒരു കിടിലൻ കോമ്പിനേഷൻ തന്നെയാണ്. അപ്പോൾ എല്ലാവരും മറക്കാതെ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇനി സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. എന്നാൽ മാത്രമേ ഞാൻ മുന്നോട്ട് അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ബായ്.